സത്യത്തിനൊപ്പം നിൽക്കുന്ന ശ്രീനാദേവി നമ്മളോടൊപ്പം ഉണ്ട്. മാം, ഞങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ? തീർച്ചയായിട്ടും. വിത്ത് യുവർ പെർമിഷൻ. എനിക്കൊന്ന് മാഡത്തിന്റെ വീഡിയോ പോസ്റ്റ് ആയിരുന്നു, ശ്രീനാഥിയുടെ വീഡിയോ. രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിന് മെസ്സേജ് അയച്ചു? 12 മണിക്ക് ശേഷം രാഹുൽ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞ് 24 മണിക്കൂറായപ്പോൾ അയാളെ ക്യാരക്ടർ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി എന്തിന് രാത്രി രാഹുലിനെ വിളിക്കുന്നു, സീക്രട്ട് ചാറ്റ് ചെയ്യുന്നു? ആരാ? നമ്മുടെ റിനി ചേച്ചി. അപ്പോൾ റിനി ചേച്ചിക്ക് എന്തോ വൈരാഗ്യമുണ്ട്, അതിനു വേണ്ടിയാണ് റിനി ചേച്ചി ഓരോ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? മറ്റുള്ള പെണ്ണുങ്ങളായിട്ട് ചിലപ്പോൾ ബന്ധം കാണുമായിരിക്കും, പക്ഷേ ചേച്ചിയുടെ എനിക്കൊന്ന് അടുപ്പിച്ച് പോലും കാണത്തില്ല. അതിൻ്റെ വൈരാഗ്യം നല്ല രീതിയുണ്ട്. ഓക്കെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഇരുന്ന് നിങ്ങൾ കേൾക്കണം. ഫുൾ തെളിവ് സഹിതം രാഹുൽ ഈശ്വർ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ സ്ക്രീന് എന്താ പറയണ്ടേ, എൻ്റെ ഫേസ് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ലെൻസ് അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കാണുമ്പോൾ എൻ്റെ ഫേസ് അത്ര ക്ലിയർ ആവത്തില്ല. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കറക്റ്റ് വിവരം അതിനകത്ത് കാണും. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് 28-ാം തീയതിയിലോട്ട് നീട്ടിയ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിനിയെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാൻ പോകുന്നത്. ശ്രീന മേഡം കുറച്ച് തെളിവുകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത്. അത് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കാണുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെ ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് തന്നെ കൊടുക്കുക, രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെ കൊടുക്കുക. പിന്നെ ഈ പറയുന്ന രാഹുൽ ഈശ്വറാണ് ഇതിനു വേണ്ടി എല്ലാത്തിനും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പല വിഷയങ്ങളിലായി പോലും ശ്രീജിത വിഷയത്തിലും ദീപക്കിന് നീതി കിട്ടാൻ വേണ്ടി ഇദ്ദേഹമാണ് ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ ഒന്നും കൂടെ പറയണം, കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ലാഗ് അടിപ്പിക്കുന്നില്ല, ആ വീഡിയോയിലോട്ട് പോകാം. ശ്രീന മേഡത്തിനെ ലൈവിൽ വിളിക്കുന്ന ഒരു വീഡിയോ ആണ്. ലൈവിലോട്ട് വിളിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മുടെ റിനിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അവർ പേര് പറയാതെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആദ്യം ഒരു വിഷയം ഉണ്ടായ സമയത്ത് ആ പെണ്ണാണ് വന്നിട്ട് പറഞ്ഞ് അതായത് രാഹുലുമായിട്ട് പരിചയപ്പെട്ട് 24 മണിക്കൂറിനിടെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായി എന്നവർ പറഞ്ഞു. അവർ എന്നെ രാത്രി സീക്രട്ട് ചാറ്റി വരാനും ടെലിഗ്രാമിൽ വരാനും ഒക്കെ പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒരാണിനെ പെടുത്താൻ നോക്കുന്ന ചില പെണ്ണുങ്ങളുടെ പരിപാടി ഉണ്ടല്ലോ, തോന്നിവാസ പരിപാടി, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് വേണ്ടി സംസാരിക്കുന്ന ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീനയാണ്. ശ്രീനാജിയെ നമുക്കൊന്ന് വിളിക്കാം. ശ്രീനാജിയെ വിളിക്കുന്നതിന്റെ കാരണം, ശ്രീനാജിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് ടൈം ശ്രീനാജിയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനാജിയെ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. കാര്യം ശ്രീനാജി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വളരെ പോസിറ്റീവായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം വിഷയത്തിൽ വന്നിട്ടുണ്ട്. മാഡം വാട്സപ്പിലുണ്ട്. ഞാൻ ശ്രീനാദേവിയോട് ടൈം റിക്വസ്റ്റ് ചെയ്ത് തന്നെ ഇതുകൊണ്ടാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സ്ത്രീക്കും പുരുഷനും രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കുന്ന, നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന, അവൾക്കൊപ്പവും അവനൊപ്പവുമാണ്, അതേക്കാൾ സത്യത്തിനൊപ്പം നിൽക്കുന്ന ശ്രീനാദേവി നമ്മളോടൊപ്പം ഉണ്ട്. മാം, ഞങ്ങൾ ഒന്ന് റെക്കോർഡ് ചെയ്തോട്ടെ? തീർച്ചയായിട്ടും. വിത്ത് യുവർ പെർമിഷൻ. എനിക്കൊന്ന് മാഡത്തിന്റെ വീഡിയോ പോസ്റ്റ് ആയിരുന്നു, ശ്രീനാഥിയുടെ വീഡിയോ ഒന്ന്. അല്ല, ഇപ്പം കറക്റ്റായി. ശരി, താങ്ക് യു. യാത്രക്കിടയിലായിരിക്കും. എനിക്കൊന്ന് പോസ്റ്റ് ആവുന്നുണ്ട്. അത് എന്തെങ്കിലും അവിടെ പോസ്റ്റ് ആവുന്നതാണോ അതോ ഇനി എന്റെ പ്രശ്നമാണോ അറിയില്ല, നോക്കിയോട്ടെ. പക്ഷെ ഇവിടെ ഞാൻ വൈഫൈയിലാണ്. മാഡത്തിന് ഓക്കെ ആണോ? അപ്പോ എന്താണ് ശ്രീമതി ശ്രീനയെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ചില ശക്തമായ വെളിപ്പെടുത്തലുകളും നിലപാടുകളും എടുത്തതാണ്. KPCC ശ്രീനാജിയോട് വിശദീകരണം ചോദിക്കുകയും അത് സാറ്റിസ്ഫാക്ടറി ആയി കാണുകയും ചെയ്യും. ശരി, ഞാൻ അധിക സമയം എടുക്കില്ല, എവിടെയോ ഒരു പരിപാടിക്കോ മറ്റും പോവുകയാണ്. ഇപ്പൊ ഒരു കാര്യം കൂടി, ഒരു കൗതുകത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹൈദരാബാദിൽ ചെന്നു. ഞാൻ ഹൈദരാബാദിലായിരുന്നു 2 ദിവസം മുമ്പ്. അവിടെ വെച്ച് എനിക്ക് ശ്രീനാജിയെ പരിചയമുണ്ടെന്നൊന്നും അറിയില്ല. അവിടെ പക്ഷെ ഒരാൾ എന്നോട് ഇങ്ങനെ വേണം നമ്മുടെ നേതാക്കളൊക്കെ, അതായത് പുള്ളി രാഷ്ട്രീയം എന്ന് വെച്ച് പറയുന്നതല്ല, ഇങ്ങനെ വേണം, അതായത് വിഷയമുണ്ടെങ്കിൽ മീഡിയക്കാരെ പേടിച്ച് സംസാരിക്കാതെ ഇരിക്കുന്നവരാണ് പല നേതാക്കളും, അങ്ങനെയല്ല ശ്രീന എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പം എന്റെ ഒരു കൗതുകത്തിന് വേണ്ടി പുള്ളിയോട് ചോദിച്ചു. സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സുരേഷ്, എന്താ അങ്ങനെ പറയാനൊക്കെ കാരണം? ഒരു വിഷയം വരുമ്പോൾ സ്ട്രോങ് ആയ സത്യത്തിന്റെ കൂടെ സ്റ്റാൻഡ് എടുക്കണം. അതിനാരും ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ആരും നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുമെന്ന് നോക്കരുത്. ശ്രീനാജി, താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പൊ 2-3 കാര്യങ്ങൾ. ഒന്ന് രണ്ട് വെളിപ്പെടുത്തലുകൾ ശ്രീനാജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരിലേക്കും കൂടെ അത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വറിന്റെ ചാനലിനെ അത് എത്തിക്കണം. കാരണം എന്ന് വെച്ചാൽ രാഹുലിന്റെ ഓഡിയൻസിന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് ഒരു ചാനൽ, ആ ചാനലിന്റെ പേരങ്ങ് മറന്നു. ഈ മേഡം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിനിയെ കുറിച്ച്. ഞാനത് എൻ്റെ ചാനലിൽ വെച്ചപ്പോൾ അത് കുറച്ച് ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരു വ്യക്തിയുടെ ചാനലിൽ ഈ വിവരങ്ങൾ കറക്റ്റായിട്ട് വരുമ്പോൾ ജനങ്ങൾക്ക് കുറേയും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനെ കുറിച്ച്. രാഹുലിന്റെ ഭാഗത്ത് കൊച്ചു കൊച്ചു തെറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യങ്ങൾ. പരസ്പര സമ്മതത്തോടെ ഒരു സ്ത്രീയും പുരുഷനും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അല്ലാതെ പീഡനം അത് ഇങ്ങനെ കെട്ടിയിട്ട് വലിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി പണ്ട് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ പോലുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അതിനെക്കുറിച്ച് ആ മേഡം കറക്റ്റായിട്ട് പറയുന്നുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഹുലിനെതിരെ ആദ്യം ഒരു പരാതിയോ അല്ലെങ്കിൽ രാഹുലിനെ ആദ്യം ആക്രമണത്തിന് വിട്ടുകൊടുക്കാനൊക്കെ കാരണക്കാരായവരടക്കമുള്ള കാര്യത്തിലാണ്. അപ്പൊ ശ്രീനാഥിക്ക് എന്താ പറയാനുള്ളത് എനിക്കൊന്ന് കേൾക്കാൻ ആ വിഷയത്തെ കുറിച്ച്. ഓഡിബിൾ ആണ്. വീഡിയോ പോസ് ആയിട്ടുണ്ടോ? ഇല്ല, കറക്റ്റ് ആണ്, എല്ലാം ഓക്കെയാണ്, കൃത്യമായി കാണാം, ഓൾ ഗുഡ് ആണ്. ഓക്കെ. അപ്പം ഹായ് രാഹുൽ ചേച്ചൻ, നമസ്കാരം. പറഞ്ഞിട്ട് എന്തായിരുന്നു ചോദ്യം എന്ന് പറയാം. അതായത് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ, അതായത് രാത്രി കോള് വിളിക്കുന്നത്, ടെലിഗ്രാമിലേക്ക് ചാറ്റ് ചെയ്യാൻ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകപക്ഷീയമായി എന്തോ ഭയങ്കര മോശക്കാരനാണെന്നാണ് ചില ആൾക്കാർ ആദ്യമേ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മാഡത്തിന്റെ വളരെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലും അത് കേൾക്കുന്ന ഒരാൾക്ക് അതിന്റെ സത്യസന്ധത മനസ്സിലാവും. അതും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. മാഡത്തിന്റെ ആ വിഷയത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ പറയാം. തീർച്ചയായിട്ടും. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ എല്ലാ ചാനൽ ചർച്ചകളിലും ഈ വിഷയത്തിന്റെ വക്താവായി വരുന്ന ഒരാളാണ്. ഇപ്പൊ ചാനലുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ഒരു മൂവ്മെന്റ് ഉണ്ടായാലും ആദ്യം പ്രതികരണം ചോദിക്കുകയും ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പോ ആ വ്യക്തി പറയാനുള്ള ധൈര്യമില്ല അവർക്ക്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും വിളിച്ചു പറയാനുള്ള ധൈര്യം പോലും കാണിക്കാതെ അവള് സത്യം പറഞ്ഞ എന്താ കീഴിക്കൂടെ താങ്ങാന്ന് പറയത്തില്ലേ, ഈ കിട്ടാത്ത മുന്തിരി പുളിക്കൂ എന്ന് പറയത്തില്ലേ, അത് തന്നെ. തനിക്ക് ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകും. കിട്ടാത്ത മുന്തിരി പുളിക്കൂ എന്ന് പറയുന്ന പോലുള്ള ഇതാണ് സത്യം പറഞ്ഞല്ല. എന്തോ ഇവിടെ പ്രതികാരങ്ങൾ മറ്റുള്ള സ്ത്രീകളെ കൊണ്ട് ചെയ്തു തീർക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയതും കൂടെ നിങ്ങൾക്ക് പറയാം. സ്ത്രീകളടുത്തും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയെന്ന്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന ഒരാൾ, പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഒരു ദിവസം രാത്രി 12:30-ക്ക് ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട് ഒരു മുന്നണി പോരാളിയായിട്ടോ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ നടന്നിട്ടുള്ള മാനിപ്പുലേഷനെ കുറിച്ച് ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണ പ്രചരണം, ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ വിഷയത്തിൽ ഫോർ ഫ്രണ്ടിയർ ആയിട്ട് ഞാൻ വരെ കേട്ടുള്ളൂ കേട്ടോ. മറ്റൊരാളെ ശരിയായിട്ട് ഈ വിഷയം ഇങ്ങനെ മറ്റൊരാളെ നമ്മൾ കണ്ടിട്ടില്ല. ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായി 6 months ആയിട്ട് എവിടെയും നിന്ന് ആധികാരികമായി അഭിപ്രായം പറയുന്ന ഒരാൾ. ഇപ്പൊ ഓഡിബിൾ ആണോ? ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്, ബട്ട് അത്തരം റോട്ടൻ തിയറീസ് ആക്ച്വലി ചീമുട്ടയുടെ ദുർഗന്ധം ഉണ്ട് അത്തരം സ്റ്റേറ്റ്മെന്റ്സിന്. സോ അങ്ങനെ ഒരു റോട്ടൻ തിയറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ ഭാഷയല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തിനെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഒരു പക്ഷേ UMLA രാത്രി 12:30-ക്ക് ശേഷമൊക്കെ വീഡിയോ കോൾ ചെയ്യുക, പ്ലീസ് കം ടു ടെലഗ്രാം. അതായത് നമുക്കതൊരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം അല്ലെ? അതായത് ശ്രീനാഥിക്ക് കുടുംബ സുഹൃത്താണ്, ശ്രീനാഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ്, അമ്മയുടെയും സഹോദരിയുടെ ഒക്കെ കുടുംബ സുഹൃത്താണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വെരിഫൈഡ് ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഈ വിഷയത്തിൽ ഉറപ്പായിട്ടും അത്രയും ഒരു വ്യക്തിബന്ധമുള്ള ഒരിടത്തേക്ക് ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊക്കെയാണല്ലോ ഇത് പുറം ലോകം അറിയുക. അതല്ലാത്ത ഇടത്ത് എനിക്ക് പ്രത്യേകിച്ച് അജണ്ടകൾ ഈ വിഷയത്തിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കണമെന്നോ ഈ വിഷയത്തിൽ ഒരു പ്രശ്നത്തിന് പ്രതികൂലമായി നിൽക്കണമെന്നോ അനുകൂലമായി നിൽക്കണമെന്നോ ഒരു നിലപാടുള്ള ആളായിരുന്നില്ല ഞാൻ. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്തുള്ള ഒരു അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ആ കുടുംബത്തോട് വലിയ അടുപ്പമുണ്ട്, വലിയ പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ എനിക്ക് എങ്ങനെയാണ് ആധികാരികമായിട്ട് വിഷയം പറയാൻ സാധിക്കുക? അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കറിയാം, അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തെ അവര് നുണ പറഞ്ഞ് അപലപിച്ചു, മാനിപ്പുലേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ കുപ്രശസ്തി whatever it is, ഒരു ബ്രാഞ്ചി ലൈൻ, അങ്ങനെ എനിക്ക് ഇതിനിപ്പോ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ, കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നതുകൊണ്ട് ഇത്രയും നുണ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവുക, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, മറച്ചു വെക്കുക, ഇതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. സോ she cannot deny what I am saying. ഞാൻ പറയുന്നു അവർക്ക്. അപ്പൊ ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് നമ്മൾ പലപ്പോഴും ഞാൻ മാഡത്തിന്റെ ആ ഫേസ്ബുക്ക് ലൈവ് കണ്ടിരുന്നു. അതിൽ ഏറ്റവും എനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് പല വിഷയങ്ങളും പറയുന്നു, കാര്യഗൗരവമുള്ള വികസനത്തിന്റെയും നാട്ടുകാരുടെയും കാര്യങ്ങൾ സംസാരിക്കുന്നു. ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലടക്കമുള്ള കാര്യങ്ങൾ വളരെ ബാലൻസ്ഡ് ആയി. എനിക്കതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഒരു രാഹുൽ ഈശ്വർ പറയുന്നതിനേക്കാൾ ഇമ്പാക്ട് ഒരു വനിതാ നേതാവ് പറയുന്നതിലാണ്. കാരണം വളരെ ബാലൻസ്ഡ് ആയിട്ട് സ്ത്രീയോടൊപ്പമാണ്, ആരെയും നമ്മൾ അധിക്ഷേപിക്കരുത്, എന്നാൽ മറ്റൊരു ആംഗിൾ ഇല്ലേ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന് മാഡത്തിന്റെ എക്സ്പ്ലനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിഷയം കഴിഞ്ഞിരുന്നു, അതിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു?
തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫാക്ടറി വിശദീകരണം തൃപ്തികരമാണെന്ന് മറുപടി പറഞ്ഞു. ശരി, എനിക്ക് അടുത്തൊരു ചോദ്യമേ ശ്രീ, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ശ്രീ വി ഡി സതീശൻജി എനിക്ക് ഭയങ്കര ആദരവ് ഇഷ്ടമുള്ള ആളാണ്. ഈ വിഷയത്തിന് ഒരു 2 ആഴ്ച മുമ്പ് പോലും ഞങ്ങളൊരു ബുക്ക് റിലീസിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 1-2 നിലപാടുകളോട് നമുക്ക് ബഹുമാനപരസരമുള്ള ഒരു വിയോജിപ്പുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ രാഹുലിനോടും ദേഷ്യമുള്ളവർ, വി ഡി സതീശനോടും ദേഷ്യമുള്ളവർ രാഹുലിന്റെ വിഷയം ഉപയോഗിച്ച് വി ഡി സതീശനെ ആക്രമിക്കുന്നതാണെന്ന് എനിക്ക് ചിരി വരാറുണ്ട്. അതായത് രാഹുലിന്റെ ഇഷ്ടമല്ല, രാഹുലിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, വി ഡി സതീശനെ തകർക്കാൻ ആഗ്രഹിക്കുന്നു. ഇവര് പെട്ടെന്ന് രാഹുലിന്റെ താല്പര്യം ഉണ്ടെന്നുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വി ഡി സതീശനെ ആക്രമിക്കാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ എതിർപക്ഷത്തേക്ക് ആൾക്കാർ ശ്രമിക്കാറുണ്ട്. എന്താ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയൊരു താരവും കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ വിഷയത്തെക്കുറിച്ച്, അദ്ദേഹത്തെ അന്യായമായി കടന്നാക്രമിക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിലേക്ക്, ഇങ്ങനൊരു കടന്നാക്രമണത്തിലേക്ക് അതിന് ഞാനൊരു കാര്യം പറയാം. ഈ റിനിയെ പോലുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ പറയുമ്പോൾ വി ഡി സതീശൻ എന്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു? വി ഡി സതീശനുമായിട്ട് ഈ പറയുന്നത് എനിക്ക് നല്ല ബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബന്ധം എന്ന് വെച്ചാൽ സൗഹൃദമാവും, പല കാര്യത്തിലും ഒരു അച്ഛന്റെ സ്ഥാനമാണെന്ന് പറയാം, അങ്കിളിന്റെ ആണെന്ന് പറയുന്നു, പലതും പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന വി ഡി സതീശൻ തന്നെയാണ്. റിനിയെപ്പോലൊരു വ്യക്തി ഇതുപോലെ പേര് പറയാതെ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഓരോ പെൺകുട്ടികൾ ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്, ഇനിയും പെൺകുട്ടികളുണ്ടെന്ന് ഇങ്ങനെ കോൺഫിഡൻസോടെ പറയുമ്പോൾ എന്തോ ഒരു പ്രതികാരം തീർക്കുന്ന പോലെ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത്, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അതിന്റെ പ്രതികാരമാണ് ഇവിടെ തീർക്കുന്നതെന്ന് ഞാൻ ആദ്യം എന്റെ വീഡിയോയിലൂടെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ആൾക്കാരും കമന്റ് ആയിട്ട് അത് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കയ്യിൽ എന്തോ വലിയ തെളിവുകളുണ്ട്. ആ തെളിവാന്ന് തോന്നുന്നു വി ഡി സതീശനെ ചിലപ്പോൾ കാണിച്ച് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കാം. എന്തോ ആയിക്കോട്ടെ. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഇരകളായിട്ടുള്ള ഓരോ 1, 2, 3 പെൺകുട്ടികളൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ തോന്നി ഇവളുമായിട്ട് വല്ലതും ആയിരിക്കും. എനിക്ക് തോന്നുന്നു രാഹുൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും എടുത്തും സപ്പോസ് പോയിട്ടുണ്ടെന്ന് നമ്മളങ്ങ് പോയിട്ടുണ്ടെന്ന് കരുതുക, ഇവിടെ ചിലപ്പോൾ പോയി കാണത്തില്ല. ഉള്ള കാര്യം തുറന്ന് പറയാലോ, ഇവിടെ ചിലപ്പോൾ പോയി കാണത്തില്ലായിരിക്കും. കാണുന്നവർ എല്ലായിടത്തും പോയി, എൻ്റെ അടുത്ത് മാത്രം വന്നില്ല. അതാണോ ചിലപ്പോൾ. കാരണം എനിക്ക് കോമഡി വന്നുകൊണ്ടിരിക്കുക, കാരണം കോമഡി പീസായിട്ട് വന്നുകൊണ്ടിരിക്കുക റിനി എന്ന് പറഞ്ഞാൽ. റിനിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര വൾഗറാണ്. സീരിയസ്ലി ഞാൻ പറയാലോ. എനിക്ക് തോന്നുന്നു ചിലപ്പം തുടക്കം അവരുടെ നല്ല ചാറ്റ് വന്ന് കാണുമായിരിക്കും, എന്നിട്ട് ചിലപ്പോൾ ഇവർ റിജക്ട് ചെയ്ത് വിട്ടതായിരിക്കാം. അതിന്റെ ചുരുപ്പായിരിക്കാം സത്യത്തിൽ കാട്ടിക്കൂട്ടുന്നതെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വി ഡി സതീശൻ എന്തെങ്കിലുമൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് പാർട്ടിക്ക് ഇനി ചിലപ്പോൾ ഒരു വിഷയം ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പം അയാൾ ഈ പറഞ്ഞ റിനിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും ഫുൾ കോമഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുക റിനിയുടെ കേസ് ആയിട്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് അതിന്റെ ഒരു ആവശ്യവുമില്ല, അത് തെറ്റാണ് താനും. അപ്പോ ഞാൻ ഈ പറയുന്ന വസ്തുതകൾ, ഞാനിപ്പോ എന്താണോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്, അത് ആരെക്കുറിച്ചൊക്കെയാണോ അവർക്കൊരു കാരണവശാലും ഇതൊന്നും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഡിനൈ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത്തരത്തിൽ സത്യസന്ധമായി ഞാനൊരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ആരെക്കുറിച്ചാണ്, അവരുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ദാറ്റ് അവരൊരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. അപ്പൊ അങ്ങനെ ക്യാരക്ടർ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ പിന്നിൽ വി ഡി സതീശൻ സാറിനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യനുണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നു, അത്തരത്തിലുള്ള ചർച്ചകൾ പോകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനോ അംഗീകരിച്ചു കൊടുക്കാനോ സാധിക്കില്ല. അപ്പോൾ വി ഡി സതീശൻ സാറുമായിട്ട് തനിക്ക് ആത്മബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ അവരാണ് പറയുന്നത്. അതല്ലാതെ അവരുമായിട്ട് അത്രയും വലിയൊരു ആത്മബന്ധം തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ഇതുപോലെയുള്ള സ്ത്രീകൾ, ഇതുപോലെ തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ, ഓവർ ഇറ്റ് ഈസ്, അവർ തനിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഭാവിക്കുന്നത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് അൺനെസസറി ആയിട്ട് അതെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ഒരു കമ്മ്യൂണിസ്റ്റുകാരി ഒരുത്തി ഉണ്ടായിരുന്നു, അവരുടെ ഒരു നേതാവുമായിട്ട് അവീത ബന്ധങ്ങൾ പിടിച്ച സമയത്ത് അങ്ങാണ്ട് എന്തോ പെണ്ണിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും ടീച്ചർ അമ്മയും കൂടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് നമുക്ക് മനസ്സിലായത്, ഇവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇവിടെ ചാടാം, അങ്ങനെ ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ റിനി എന്ന് പറയുന്ന വ്യക്തിയുടെ. ഓക്കെ, ഈ വി ഡി സതീശൻ ഈ അടുത്ത സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് അതിന് പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു നാറിയാണ്, അങ്ങനെയാണെങ്കിൽ പറയാം. ഒരു സപ്പോർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണ് സത്യത്തിൽ ഈ റിനി. അത് പോട്ടെ, അത് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഈ വട്ടം പഞ്ചായത്ത് പറയാൻ കിട്ടിയപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ, അടുത്ത വട്ടം ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റ് വരുവാണെങ്കിൽ അവിടെ താങ്ങി പിടിച്ചു പോവുള്ളൂ. ആ ടൈപ്പാണ് സത്യത്തിൽ. ഇതിന്റെ വിഷയം എന്താ അറിയാമോ, രാഹുലിനെ ഉപയോഗിച്ച് ചില ആൾക്കാർ വടിയായിട്ട് വി ഡി സതീശൻജി അടിക്കാൻ ഉപയോഗിക്കുന്നു, വി ഡി സതീശൻജിയെ വടിയായി ഉപയോഗിച്ച് രാഹുലിനെ അടിക്കാൻ ഉപയോഗിക്കുന്നു. അത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കോൺഗ്രസ് രാഹുൽ തന്നെ ശ്രീ വി ഡി സതീശനെ മറ്റേ ആ പ്രോജക്റ്റിൽ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടപ്പോൾ രാഹുൽ തന്നെ എഴുതിയിട്ടുണ്ട്, ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ അതിനർത്ഥം ഈ പരസ്പരം എന്താ പറയുന്നത്, തമ്മിൽ തല്ലിക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ആൾക്കാർ ശ്രമിക്കുന്ന. എനിക്കറിയാം. ഒരു കാര്യം കൂടെ ചോദിച്ചു, പ്രത്യേകിച്ച് അതായത് ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇനി എന്ത് നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനാണ് ഷീന മാം ആഗ്രഹിക്കുന്നത്? കാര്യം നമുക്കെല്ലാം അറിയാം, കോൺഗ്രസിൽ നിന്ന് രാഹുലിനെ പുറത്താക്കാൻ കഴിയും, പക്ഷേ രാഹുലിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ പലപ്പോഴും പറ്റില്ല എന്ന് ഞാൻ ആലങ്കാരിക പറയാറുണ്ട്. കോറായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ് ഞാനും രാഹുലും പലപ്പോഴും അടികൂടുന്നവരാണ്. രാഹുൽ നെഹ്റുവിയനാണ്, ഞാൻ സർദാർ പട്ടേലിന്റെയും ഗാന്ധിജിയുടെയും ലൈൻ എടുക്കുന്ന ആളാണ്. അപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ഇനി എന്താ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? ഈ വിഷയത്തിൽ ഒരു കോൺഗ്രസ്സുകാരി എന്നുള്ള നിലയ്ക്ക് പാർട്ടി എടുത്ത നിലപാടിനോടൊപ്പം തന്നെയാണ്. പക്ഷെ ആ നിലപാട് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള
ക്ഷമിക്കണം, എന്നുള്ളത് വരെ കേട്ടുള്ളൂ കേട്ടോ. ഒരു സെക്കൻഡ് മാഡം, ഒരു സെക്കൻഡ്, യാഥാർത്ഥ്യം ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അല്ല ഒരു സെക്കൻഡ്, ഒന്നുകൂടെ പറയാമോ? സോഷ്യൽ പറഞ്ഞോളൂ, അവസാനം വരെ ഒന്നുകൂടെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് അതെ പറയാം. ഈ വിഷയത്തിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ആ ഒരു സോഷ്യൽ പെർസ്പെക്ടീവും ലീഗൽ പെർസ്പെക്ടീവും തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ കോടതിയിൽ നടക്കുന്ന കേസാണ്. പരാതിക്കാരെ കുറിച്ച് ഞാൻ ഒരു കാര്യവും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേസിനെ കുറിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. അത് ആത്യന്തികമായിട്ട് നിയമപരമായി എടുക്കുന്ന എന്ത് തീരുമാനമാണോ ആ തീരുമാനത്തെ അനുകൂലിക്കുവാനേ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ, എനിക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ നമ്മൾ എവിടെയാണ് നമ്മളുടെ പ്രതിഷേധം ഉണ്ടായത് അത്രയും അകാരണം ജീവിതത്തിൽ എന്നൊരു വാക്കാണ് ശരിക്കും ഞാൻ ഉപയോഗിച്ചത്. ആ വാക്കിൽ തന്നെ എനിക്ക് സന്തോഷമുണ്ട്. രാഹുൽ ഈശ്വറാണ് ആ വാക്ക് ശരിക്കും ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ആ വാക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു വാക്കിലൂടെ നമുക്ക് സമൂഹത്തിലെ ഡൗൺ റോഡനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ട് എങ്കിൽ എൻറ്റയർ മെൻ കമ്മ്യൂണിറ്റി, മെൻ എന്ന് പറയുന്ന ഒരു എൻറ്റയർ ജെൻഡർ അങ്ങനെ ആയി തീർന്നു ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളുടെ ശബ്ദം എല്ലാവർക്കും വേണ്ടി ഉണ്ടാകണം എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക്. അപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകുമ്പോൾ ജയിലിലെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ചില ചാനലുകൾ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾക്ക് വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് പറയുന്നത് അവർ ഉപയോഗിക്കുന്ന ഭാഷ, ഈ കാര്യത്തെ അഡ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ അവർ മുറിയെ കുറിച്ച് പറയുന്നത് ഉൾപ്പായിൽ കിടക്കുന്നു എന്ന് പറയുന്നത്, കഴിക്കുന്ന തോരലും രസവും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, ഇതൊക്കെ അവരുടെ ഉള്ളിലെ ആ പകയാണ്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ അജണ്ടയാണ്, അവരുടെ ഉള്ളിലെ ഒരുപക്ഷെ സാമ്പത്തിക അജണ്ട എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരില്ലേ. സോ യു നോ ഓൾ ദീസ് തിങ്സ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലത്തിൽ ചിന്തിക്കേണ്ടിയും വരും. അത്തരത്തിൽ ഒരാൾ പറയും ഒരാളെ ചിത്രീകരിക്കുന്ന ആളിനെ ചീമുട്ടേറിയാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ അധാർമികതയും അതിന്റെ ഈ പറയുന്ന രാഷ്ട്രീയപരമായ മാധ്യമ അജണ്ടയും ഒരുതരം സിൻഡിക്കേറ്റ് സ്വഭാവം ഒക്കെ കാണിക്കുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചോദിക്കും. ഇവിടെ എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ രാഹുൽ തെറ്റുക നിയമപ്പെടട്ടെ, ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു അണുവിടെ പിന്നിലോട്ട് മാറാൻ ഞാനില്ല. അതെ, തെറ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും എക്സ്പോസ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം. എന്ത് തെറ്റാണോ ചെയ്തോ അത് മാത്രം എക്സ്പോസ് ചെയ്യാം. അതല്ലാതെ നിങ്ങളുടെ ഉള്ളിലെ അജണ്ട എക്സ്പോസ് ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു കാര്യം കൂടി, അതിജീവിതന്റെ വാക്ക് ഞാനാണ് ഉപയോഗിച്ചെങ്കിലും അതിനെ ട്രെൻഡ് ആക്കിയത് ശ്രീനയാണ്. അതുകൊണ്ട് ശ്രീനാജിക്ക് എല്ലാവിധ നന്ദിയും നേരുന്നു. ഞങ്ങൾ ആ വാക്ക് കുറച്ചു കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ കേരളം വേറെ ലെവലായിരിക്കും ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. ഇത് രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് ഒരു സ്ത്രീ നിൽക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം തന്നെ. കാരണം പരസ്പര സമൂഹത്തോടെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ചതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചതിയാണ് ഈ പെണ്ണുങ്ങൾ വന്നിട്ട് കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളൊക്കെ. എന്നിട്ടും എന്താ പറയണ്ടേ, ആ റിനിക്കോ കഴിവില്ല, എന്നിട്ട് മറ്റുള്ളവരെ എടുത്തിട്ടിട്ട് അവളവിടെ വൈരാഗ്യം തീർക്കുന്നു. കഷ്ടം, ഭയങ്കര ഒരു ഇത്. പിന്നെ അത് മാത്രമല്ല, റിനിയുടെ അറിയാലോ, പെണ്ണുങ്ങൾ ബീക്കിനി ഇട്ടിട്ട് ഇറങ്ങണം, അങ്ങനെയാണ് മറ്റേത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് പെണ്ണുങ്ങൾക്ക് ഫ്രീഡം വേണം എന്ന് വെച്ച് എന്ത് തോന്നിയ കാണിച്ച് നടക്കാമെന്നുള്ള രീതിയിലാണോ ഇവിടെ കുറെ സംസാരവും രീതികളൊക്കെ. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആക്കിയത് അന്ന് ശ്രീനാദേവി ആ ഫേസ്ബുക്ക് ലൈവിലൊക്കെ അതിജീവിതനോടൊപ്പം എന്നൊക്കെ പറയുന്ന അപ്പൊ അതിജീവിതം എന്ന വാക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്രയും കാര്യമായിട്ട് ഏറ്റെടുത്തതിന് ഞങ്ങൾ എല്ലാ പുരുഷന്മാരുടെയും ഭാഗത്ത് നിന്ന് താങ്കൾക്ക് ഒരു നന്ദി പറയുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇതേപോലുള്ള സ്ത്രീക്കും പുരുഷനും രണ്ടുപേരോടൊപ്പവും നീതിക്കൊപ്പവും നിൽക്കുന്ന നേതാക്കൾ ഉണ്ടാകട്ടെ. താങ്ക് യു ശ്രീനാജ്, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം ഇവിടെ എടുക്കുന്ന എഫേർട്ട് വിമൻസ് കമ്മീഷന് വേണ്ടിയിട്ട്, പുരുഷന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുപുറം കാരണമായി പോയി എന്നുള്ളതുകൊണ്ട് ഏത് കേസ് വരുമ്പോഴും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ട് ആക്രമിക്കപ്പെടുവാനുള്ള ഒരു ആംഗിളിലേക്ക് മാത്രം നമ്മൾ ഒരു ബോധപൂർവമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയപരമോ അല്ലെങ്കിൽ വ്യക്തിപരമോ ആയിട്ടുള്ള പകപോക്കലുകളുടെ ഭാഗമായി നീക്കി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ താങ്കൾ ഈ കാണിക്കുന്ന ഉറപ്പായിട്ടും ചരിത്രത്തിന്റെ ഭാഗമായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവിന് ഞാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ ഷൈൻ ടീച്ചറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്റെ വിശ്വാസം ടീച്ചർ അങ്ങനെ പറഞ്ഞു തന്നെയാണ്, പരസ്യമായി പറഞ്ഞു. ഹെർ ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടു. എനിക്കത് ടീച്ചർ പറഞ്ഞു തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സപ്പോസ് ഒരു പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ട് പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ച ഒരാൾ, അതായത് ജനപ്രതിനിധിയാകാൻ പൂർണ്ണമായും യോഗ്യയാണ് എന്ന് തീരുമാനിച്ച ഒരാളാണ്. സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യും. അവിടെ ക്രൂശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ആ ലൈനിലായിരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ കാലഘട്ടത്തിൽ നിന്നും അടിച്ചമർത്തപ്പെടുന്ന പുരുഷന്റെ കാലത്തിലേക്കുള്ള പ്രയാണമായി സമത്വം നിത്യപരമായി ആഗ്രഹിക്കുന്നു. അപ്പൊ എല്ലാവിധ താങ്ക് യു ശ്രീനാഥ്, താങ്ക് യു. ശരി. അവൻ വളരെ വളരെ രസകരമായി തന്നെ മനോഹരമായി ഞാൻ താങ്ക് യു കൂടെ മെസ്സേജ് അയച്ചോട്ടെ. അതിനിടയ്ക്ക് മെസ്സേജ് അയക്കാൻ പോയി. ഓക്കെ.
എന്തായാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ. ഒരു പെണ്ണ് വന്നിട്ട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. റിനിയെ പോലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലേഡിയുടെ കള്ളങ്ങള് അത് പക്കയായിട്ട് പൊളിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെയാണ്. അവൾ ഇത്രയും 3-4 മാസം വന്നിട്ട് ഇതുപോലുള്ള രാഹുലിന്റെ വിഷയത്തില ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ അവിടെ ദേഷ്യവും വാശിയും തീർക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഇത് ഈ പെണ്ണൊരുമ്പട്ടാണെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ്. എന്തായാലും ഉടനെ തന്നെ നീതി കിട്ടട്ടെ, സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ. ഇതിൻ്റെ അകത്തുള്ള എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാൻ വരുന്നതായിരിക്കും. ബൈ, ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തോ. ബൈ.